ഇവിടെ കാലുമുത്തുന്ന ഒരാളെ സംഭവം പറഞ്ഞില്ലല്ലോ. തൊഴിയൂർ ഉസ്താദ് വൈകുന്നേരം അവന് മറുപടി പറഞ്ഞിരുന്നു. ഇപ്പൊ ഓനൊരു മറുപടി എനിക്ക് ഞാൻ ചാൻസ് തരുന്നിട്ട് വരാം, അതിന് മുമ്പ് ചാടല്ല. അപ്പൊ ഓൻ ഇപ്പൊ ഒരു മറുപടി ആയിട്ട് വന്നിട്ടില്ല. അതിന്റെ ശേഷം നമ്മൾ പ്രസംഗം തുടങ്ങിയതിന്റെ ശേഷം പിന്നെ അതും കൂടി ഞാൻ പൂർത്തിയാക്കിയിട്ട് ഇനിയിപ്പോ നാളെ അതിന് നമുക്ക് ആകൂലല്ലോ, ലൈവായിട്ട് തന്നെ അതിന് മറുപടി പറയാം. ഇപ്പൊ പുതിയൊരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. എന്നാ ഒന്ന് വിട്ടോടുക്ക്, നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. നമുക്കൊന്ന് കേൾക്കും ചെയ്യാം. ഒരു സുഹിരി അത്രേ, അത് ഞങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു ബിരുദം കൊടുക്കുന്ന സ്ഥാപനം. ഇതോന്റെ ഉസ്താദ മാടവന പ്രായത്തിൽ കേൾക്കണില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഏത് ദീൻ, അതെന്ത് എന്ത് സുന്യമൻ? സുഹൃത്തുക്കളെ, കുഞ്ഞാമത് പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പത്. അപ്പൊ ഈ പരിപാടി ഇപ്പൊ നൗഷാദ് പ്രസംഗിക്കുന്ന പരിപാടിന്റെ തുടക്കത്തിൽ കുഞ്ഞാമത് അൻസാരി സുഹരിക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം നിങ്ങൾക്ക് അറിയാലോ. ഇവന്റെ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള അവനൊരു വേദിയിൽ ഇരിക്കുമ്പോൾ അവന്റെ കാൽക്കൽ പോയിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പിന്നെ സുജൂദ് ചെയ്യണ പോലെ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ വീഡിയോ വല്ലാണ്ട് പ്രചരിച്ചതാണ്. അപ്പൊ അൻസാരി സൂര്യ ആ വീഡിയോ എടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് മറുപടിയായിട്ട് വന്നതാണ്. അപ്പോൾ ഓൻ്റെ വീഡിയോ ഞാൻ പറയുന്ന മറുപടിയാണ് അൻസാരി സൂര്യ കേൾപ്പിക്കുന്നത്. ഇത് നൗഷാദ് വീണ്ടും കേൾപ്പിക്കട്ടോ. എന്തായാലും എന്തൊക്കെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അൻസാരി സൂര്യ പറയുന്നത് നൗഷാദ് കേൾപ്പിക്കുന്ന വീഡിയോ ആട്ടോ ഈ കാണുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കഫേ അതുകൊണ്ട് കയ്യിലേക്ക് കിട്ടിയപ്പോ, എടാ സുഹരി, ഞങ്ങളുടെ കരളിന്റെ കർത്താവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശ്റഫാക്കപ്പെട്ട ഉമീര് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരിറ്റ് കഫം ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. മോനെ തൊഴിയൂരെ കുഞ്ഞമ്മനെ ഇവൻ നമ്മൾ ആ പണിയാണ് ഏൽപ്പിച്ചു കൊടുത്താലോ? അതിനല്ലേ മോനെ പറ്റുള്ളൂ. അതെന്നെ കുക്ക് ചെയ്യണമല്ലോ ഒന്നും നോക്കണം. അവൻ ശരിയാണോ കുക്ക് ചെയ്യണം? അത് ശരി ഉണ്ടാവില്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ. അത് നല്ലൊരു പണിയാണ്. അല്ലേ നൗഷാദേ, ഈ ഫുള്ള് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലും ആണല്ലോ. അല്ലത് ഫുള്ള് ഉടായ്പാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. അവിടെ അൻസാരി സൂര്യ മീൻ പൊരിക്കാണ്. അതിൽ സംഗതി ഒരു ഡ്യൂപ്ലിക്കേറ്റും ഇല്ല ഈ മീനിലൊന്നും. അത് എണ്ണ പയർന്ന് നല്ലോണം പൊരിച്ചെടുക്കുക. അതൊക്കെ ഒരു നല്ല ജോലിയാണോ, അതും കൂടി തിരിച്ചറിയാൻ കഴിയേണ്ടവർക്ക്. ഇവരൊക്കെ സാധാരണ എന്താണ്, ആ ടേബിളിന് മുന്നേ പോയിട്ടുണ്ടാവും, അതിന്റെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തത്. എന്തായാലും പറയും ഒഴിവാക്കല്ലേ, ഫുള്ള് കേൾക്കാനുള്ളതാ. പറയട്ടെ. മോനെ തൊഴിയൂരെ കുഞ്ഞമ്മനെ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തും ഈ കരങ്ങളിലേക്ക് കിട്ടിയാൽ ഞങ്ങൾ അത് കയ്യിൽ സ്വീകരിക്കും, ഞങ്ങൾ ശരീരത്ത് പുരട്ടും. ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കവും പ്രശ്നമില്ല. പക്ഷേ അതുകൊണ്ട് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ കയ്യും കാലും മുത്താന്ന് നീ തെളിവ് പിടിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ മുത്തിയിട്ട് കിട്ടുന്ന സുന്നിപ്പട്ടം നീയും നിന്റെ ഊടും റങ്ങ് വാങ്ങിയാൽ മതി. അത് ഞങ്ങളുടെ കൈ കൊണ്ട് തരണ്ട. നിങ്ങളതിന് വേണ്ടായിരുന്നു, നിങ്ങളെയൊക്കെ അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പോലും ഇയാൾക്കുണ്ടായില്ല. ഞങ്ങൾ എന്താ പറഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾക്കല്ല, സാധാരണക്കാരായിരിക്കുന്ന ഞങ്ങൾക്ക് മുഴുവട്ട്. അതാണല്ലോ എന്റെ കെണിയിൽ കുടുങ്ങാത്തത്. ഈ എന്തേ പറഞ്ഞത്? എന്നെ പറയും എന്തേ പറഞ്ഞെന്നുള്ളത്. കോമാട്ടുചാലിൽ അബ്ദുള്ളാന്റെ നക്കണ കാര്യമാണ് ഇവിടെ അൻസാരി സൂരി പറഞ്ഞിട്ടുള്ളത്. ഈ റസൂലുള്ളാഹിന്റെ അവിടേക്ക് എത്തിക്കണം. ഇപ്പൊ കോമാട്ടുചാലിൽ അബ്ദുള്ളയും റസൂലിൽ നിന്നും തമ്മിൽ എന്തെങ്കിലും അടുപ്പുണ്ട ചങ്ങായി? ഒരടുപ്പില്ല. ഹബീബായ തങ്ങളുടെ കാലുമുത്തിയ സ്വഹാബ, ആ സ്വഹാബത്തിന്റെ അനുയായികളായ മശായിഖിന്റെ അഹ്ല് അവരുടെ മശായിഖിന്റെ കാലുമുത്തിയിട്ടുണ്ട്. അതാണ് ഇസ്മായിലുൽ ഹദറമി തങ്ങളുടെ പാദം മുത്തിയാൽ സ്വർഗമുണ്ടെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു. അങ്ങനെ മശായിഖിന്റെ അഹ്ല് എന്നും കാലുമുത്തി പോരാ. പിന്നെ ഞങ്ങളുടെ വന്യരായ ശൈഖുന മശായിഖിന്റെ പാതയിൽ, മുൻഗാമികളുടെ വഴിയിൽ ഉന്നത മശായിഖന്മാരിൽ പെട്ടതാണ് എന്നതിന് നിന്റെയും നിന്റെ പ്രസ്ഥാനത്തിന്റെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞങ്ങളോട് ആദ്യകാലത്ത് പഠിപ്പിച്ചത് നിങ്ങളാണ്. മഅരിഫത്തുള്ള കുട്ടിയാണ് പോകണമെന്ന് എന്നോട് പറഞ്ഞത് കാന്തപുരം ഉസ്താദാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. അതെ, പിന്നെ പോവരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അയാൾ പിഴച്ചവനാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകരോട് അദ്ദേഹത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞത്. വെറുതെ ഒന്നല്ല, ബാക്കി പറയാം. നിങ്ങളോട് ഞങ്ങൾ അന്ന് ചോദിക്കുന്നുണ്ട്, ശൈഖുനായുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ശരീഅത്തിനെതിരായ എന്തെങ്കിലും ഒരു വാദം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടോ എന്ന്. നിനക്കല്ല, നിന്റെ മുശാവറക്ക് പോലും സാധ്യമല്ല. നല്ലത് ഈ പണിയെടുത്ത് ആ പണിക്ക് തന്നെ പറ്റും തോന്നുന്നില്ല. മുശാവറക്കല്ല, ആർക്കും സാധ്യമാവും, എനിക്കും സാധ്യമാവും. എന്റെ കോമാട്ടുചാലിൽ അബ്ദുള്ള കള്ളനാണ് എന്ന് തെളിയിക്കാനേ അതിന്റെ ഏറ്റവും വലിയ തെളിവ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഗ്ലോബൽ വില്ലേജിൽ ഒരു വീഡിയോ വന്നിരുന്നു. ഒരു മുറബിയ ഷെയ്ഖിൽ നിന്ന് ഉണ്ടാവാത്ത കാര്യമാണ് അയാളിൽ നിന്നുണ്ടായത് അല്ലേ? ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് അവിടെയുള്ള മദാമാക്കൾക്കും നടക്കുന്നത് അയാളെ ഡ്രസ്സ് എന്തിരുന്ന രൂപം, അതൊക്കെ ഒരു മുറബിയ ഷെയ്ഖിൽ നിന്ന് പറ്റുന്നതാണോ? എല്ലാ മുറബിയ ഷെയ്ഖ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നീ തന്നെ അതിനു മുമ്പ് പലപ്പോഴായിട്ട് പ്രസംഗിച്ചിട്ടില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് എൻ്റെ കോമാടം നടന്നത് എങ്ങനെയായിരുന്നു? എന്നിട്ട് അവനാണോ മുറബിയ ഷെയ്ഖ്? ഇത് തെളിയിക്കാൻ സമസ്ത മുഷാവറ എനിക്ക് ഞാൻ പോരാ. എനിക്ക് ബാക്കി പറയട്ടെ. നീ കൊണ്ടുവന്നാൽ മതി, അതിനൊന്നും ഞങ്ങൾ വിളിക്കണ്ട. അതുകൊണ്ട് കിട്ടുന്ന സുന്നിപ്പട്ടം അങ്ങനെ ചെയ്താലേ ഈ കാർ ഇതുപോലെ നക്കിയെങ്കിലും മുത്തിയെങ്കിലും മാത്രമേ സുന്നിപ്പട്ടം കിട്ടുള്ളൂ. ആ സുന്നിപ്പട്ടം എനിക്കിതേ നീ അവിടെ കൊണ്ടുവച്ചോ. അൻസാരി സൂര്യക്ക് സുന്നിപ്പട്ടം തരാം. അൻസാരി സൂര്യനെ സുന്നിയായിട്ട് അങ്ങനെ എന്ത് ചെയ്യണം? ഇവന്റെ മച്ചായിക്കിന്റെ കാല് പിടിച്ചിട്ട് പിന്നെ എവിടെ തടവണം, എവിടെ മുത്തണം?
നീ നിന്റെ അവളെ പോയി മുത്ത്. അല്ല മഷായിഖിന്റെ കാല് കുത്താൻ വന്നിരിക്കുന്നു. അങ്ങനെ കാല് മുത്തിയിട്ട് കാല് നക്കിട്ട് കിട്ടുന്ന ഒരു പട്ടവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളും റസൂലുള്ളാഹിന്റെ പേര് പറയാൻ എനിക്ക് അധികാരമില്ല. അണക്കാനോടോ അധികാരം? ഈ നൗഷാദിനാണ് റസൂലുള്ളാഹിന്റെ പേര് പറയാൻ അധികാരം? ഇസ്ലാമിന്റെ സകല ആശയങ്ങളും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഇവനാണോ ദീനിന്റെ കാര്യം പറയാനുള്ള അർഹത? ഇവനാണ് ചോദിക്കുന്നത്. ഇവനക്കാണ് ഒരിക്കലും അർഹത ഇല്ലാത്ത ഒരുത്തൻ. എന്നിട്ട് അവൻ പറയാൻ നിനക്കാണോ അർഹത? ഇവനാരാ? ബാക്കി പറയേ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എന്തധികാരാ നിനക്കൊക്കെ അതിലുള്ളത്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുമുത്തുന്നു സ്വഹാബികൾ, അതങ്ങനെ തുടർന്നു പോരുന്നു. അത് ഞങ്ങൾ ചെയ്യുമ്പോൾ പറയാം, എനിക്ക് അതിന്റെ പട്ടത്തിന്റെ റസൂലുള്ളാഹിന്റെ കാലല്ലേ ഇവരിപ്പോ മുത്തുന പോയിട്ട് അതത്ര തുടർന്നു പോരുന്നത്. ഇവര് കോമാടൻ അബ്ദുള്ള എന്ന് പറയുന്ന ആ ഗ്ലോബൽ വില്ലേജൊക്കെ തെറ്റിദ്ധരിച്ച് നടന്നിരുന്ന ഓന്റെ കാല് പോയിട്ടാ മുത്തുന്നത്. അത് ഹറാമല്ലേ? കൊടിയ ഹറാമല്ലേ? അത്ര വലിയ തെറ്റ് വേറെന്തുണ്ട് നോക്കണങ്ങൾ? അതിനാണ് അൻസാരി സൂര്യ വിമർശിച്ചത്. അപ്പൊ പറയാം റസൂലുള്ളാഹിന്റെ കാല് മുത്താൻ പറ്റും, അങ്ങനെ മുത്തിയിട്ടുണ്ട്, അവിടെ നിന്നിട്ടുള്ള മഹാന്മാര് മുത്തിയിട്ടുണ്ട്. എടോ ഈ ഒരിക്കലും മഹാന്മാരായിട്ട് പുല ബന്ധം പോലും ഇല്ലാത്ത ഈ കോമാട്ടുചാരി അബ്ദുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് അവൻ എന്താണെന്ന് അവനെ കുറിച്ച് പഠിച്ചതിന് ശേഷം പുറത്തു വിട്ടതാണ്. അങ്ങനത്തെ ഒരാളെ കാല് മുത്താൻ പാടില്ല, എവിടെയും മുത്താൻ പാടില്ല. അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഓന്റെ കാല് മുത്തണമല്ലാത്രേ. ബാക്കി പറയേ. വളരെ കറക്റ്റ് ഉണ്ട് പറഞ്ഞത്. ഈ എതിർത്തത് തൗഹീദിനെയാണ്. ആദ്യത്തെ ക്ലിപ്പിൽ ചോദ്യം ചെയ്ത് തൗഹീദിനെയാണ്. കാലുമുത്തുന്ന ആളുകൾ തൗഹീദിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്ന് ഓർക്കണം എന്നാ പറഞ്ഞത്. വഹാബിസാണ്, തനി വഹാബിസം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മശായിഖിന്റെ കൈയും കാലും ഒക്കെ മുത്തിക്കൊണ്ടേയിരിക്കും, അതിനെ തടയാൻ എനക്കാവില്ല. നിന്നോട് ആരോടോ അതിന് മുത്താൻ പറഞ്ഞ്? അതിനെ പറ്റി എങ്ങനെ മുത്താനാ? നീ വല്ല ഉണ്ടായില്ലേ? ഒന്നുകൂടി പറട്ടെ. ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ആദരിച്ച് ബഹുമാനിച്ച് അതിന്റെ ഭാഗമായി ചെയ്തതൊക്കെ ആ കിഴക്കേക്കരയിലെ ഹബീബിക്ക ചെയ്താൽ കഴിക്കണം. നീ നിന്റെ ഉള്ളപ്പം ചെയ്യണം. അവൻ സുന്നി പട്ടം തരാൻ വന്നിരിക്കുന്നു. ഓളാടുത്തോണ്ട് കുഞ്ഞമ്മലെ ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഇടയ്ക്ക് നീ വലിയൊരു ഡയലോഗ് ഇട്ടാ. ഡയലോഗാണ് ഇവിടെ പ്രസക്തി എന്ന് പറഞ്ഞ് കേട്ടെ. പേരിപ്പോ എന്തായിട്ടും കാര്യമൊന്നും. പേരിപ്പോ എന്തായിട്ട് എന്താ? അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്, അബ്ദുറഹ്മാൻ സക്കാഫി ഉണ്ട്. രണ്ടു വഹാബീസ പറയുന്നത്. അബ്ദുറഹ്മാൻ സലഫിയുടെ വാദം എന്താ? അള്ളാഹുടെ റസൂലിന് അയലുണ്ട്. അബ്ദുറഹ്മാൻ സക്കാഫി ഇവിടെ വന്ന പേരുകൊണ്ട വാദം എന്താ? അള്ളാഹുടെ റസൂലിന് ഇടക്കിടക്കുന്ന അയലുണ്ട്. അബ്ദുറഹ്മാൻ സലഫി, അബ്ദുറഹ്മാൻ സക്കാഫി. ഈ അബ്ദുറഹ്മാൻ സക്കാഫി ഉണ്ടല്ലോ, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിനെ കൊണ്ട് ഒരു മനുഷ്യൻ മുർത്തതായിട്ടില്ല. പക്ഷെ നിന്റെയൊക്കെ പ്രസംഗം ഈ സമീപകാലത്ത് എന്റെ ഇൻസ്റ്റാഗ്രാം ഇപ്പിടപ്പെട്ട വോയിസ് ഞാൻ സ്ക്രീൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ദീന പുറത്ത് പോകാൻ നീയൊക്കെ ഷെയ്ഖുന മടവൂനെ കുറിച്ച് പറഞ്ഞ ഇല്ലാ കഥകളാ. എന്തെല്ലാം കള്ളത്തരമാണ് നീ തട്ടിവിടുന്നത്? കാരണം എന്താ അറിയോ? കണ്ടങ്ങള് അഭിമാനത്തോടു കൂടി ഈ കള്ള നൗഷാദ് പറഞ്ഞോക്കാണ് നിങ്ങള് ഒരാൾ മുർത്തതായത് എന്നെ പോലുള്ള ആൾക്കാരിൽ നിന്നുള്ള പ്രസംഗമാണ് എന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി പറയാ അതുണ്ടാകുമെന്ന്. നോക്കി നിങ്ങൾ എത്ര അപകടം നിറഞ്ഞ ആൾക്കാരാണ് ഈ കുരുവറ്റൂരികൾ. ഷെയ്ഖുന മടവൂനെ കുറിച്ച് പറഞ്ഞ ഇല്ലാ കഥകളാ. എന്തെല്ലാം കള്ളത്തരമാണ് നീ തട്ടിവിടുന്നത്? സുന്നി പറയുമ്പോ പൊതുവെ സുന്നികൾ അതിലേക്ക് ആകൃഷ്ടരാവുക, അല്ലാതെ മുർത്തതായി പോവല്ല. നോക്കുകയാണെങ്കിൽ ഇവന് എന്തും ഇവനക്ക് പറ്റിയ രൂപത്തിലുള്ള അതാണ് ഇപ്പൊ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെ എന്താ പറയുക? ശരിയായ സുന്നി ഇങ്ങനെ പറയുമ്പോ പറ്റാത്ത ഓരോന്നും ഇങ്ങനെ മുർത്തതാവും. പണ്ട് ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാത്തതുകൊണ്ടാണ് ഇബ്ലീസ് പുറത്തായത് എന്ന് പറഞ്ഞ പോലെ മുഹിയദ്ദീമാല വന്നപ്പോ റിഫായി മാല വന്നപ്പോ കാണാത്ത ഒരുപാട് ഇപ്പോഴും ഇങ്ങനെ മുർത്തതായിക്കൊണ്ടിരിക്കല്ലേ നിങ്ങളെ ടീം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആ പഴയ സുന്നിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളത് പ്രഖ്യാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മശായിഖ് ആരാണ് എന്ന് പഠിപ്പിക്കേണ്ടത് കാലഘട്ടത്തിലെ മശായിഖന്മാരാണ്. അതുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റിന്റെ അപ്പുറത്ത് ഇത്തരം ആളുകളുടെ ഒരു സർട്ടിഫിക്കറ്റും നമുക്ക് ആവശ്യമില്ല. ഈ നൗഷാദിനെ ആരും ഉപദേശിക്കും കാര്യമില്ല. അപ്പൊ തന്നെ പറഞ്ഞിട്ടില്ലേ, ഇവന്റെ അടുത്തേക്ക് ഏത് വലിയ പണ്ഡിതനോ ഇനിയിപ്പോ ഇവന്റെ ഉസ്താദായിരിക്കുന്ന സുലൈമാൻ ഉസ്താദ് എന്ന് ചെന്ന് പറഞ്ഞാലോ ഇവന് ഉസ്താദിനെ അംഗീകരിക്കില്ല. ഇതാണ് ഇവന്റെ അവസ്ഥ. ഇവൻ തന്നെ ആ രീതിയിലല്ലേ ഇപ്പൊ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആരും ഓൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യമില്ല. ഓൻ ഈ കോമാട്ടിച്ചാല് അബ്ദുള്ളയുടെ അടുത്ത് നിന്ന് ഒരു സ്പെഷ്യൽ ക്ലാസ് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് ഓൻ തന്നെ പറയുന്നുണ്ട്. ഈ പ്രസംഗത്തിൽ തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇതാണ് ഇവന്റെ അവസ്ഥ. ഇവനോട് ആരും ഉപദേശിച്ചിട്ടും കാര്യമില്ല. നമ്മളോടൊക്കെ ആരെങ്കിലും തെറ്റി തിരുത്താൻ പറഞ്ഞാല് അല്ലെങ്കിൽ നമുക്കൊരു വലിയ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തിരുത്തി പറയാതെ, ഇവനോ ബോധ്യപ്പെട്ടാലും തിരുത്തൂല, അതിലങ്ങോട്ട് കടന്ന് ന്യായീകരിക്കും. ഇപ്പൊ ഈ അൻസാരി സുഹരിയുടെ ഈ പ്രസംഗം വെച്ച് കുടുങ്ങിയതാണ്. ഇപ്പോ ഇത് മുൻകൂട്ടിയോ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ക്ലിപ്പ് വന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചുകൂടി ഇതിനോട് മറുപടി പറഞ്ഞാൽ തുടങ്ങിയതാ. എന്നിട്ട് അതിൽ പറയുന്നത് മുഴുവൻ വിൽക്കെതിരെ, എന്നിട്ട് അതിലൂടെ ഇങ്ങനെ കേൾക്കുക, ബന്ധനം ഇങ്ങനെ പുറത്തുവിടുക. എന്നിട്ടുള്ള ഒരു അവസ്ഥ വെച്ചോക്കാണി. എന്നിട്ട് ഈ തലക്ക് വെളിവില്ലാത്ത ഈ കുരുവട്ടൂരികൾ, ഈ അന്തംഗമ്മികൾ ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പൊ നമ്മളോട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്തായാലും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ നമ്മൾ മൊത്തം ഇത്തരം ചെറുകളിൽ നിന്ന്. ഇതിറ്റകളൊക്കെ തിരിച്ചറിയാൻ ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് സാധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അള്ളാഹിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.